നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. 75ാം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ നാടും നഗരവും. ജില്ലാസ്ഥാനങ്ങളിൽ പതാക ഉയർത്തി മന്ത്രിമാർ. തിരുവനന്തപുരം വെള്ളറടയിൽ 62കാരി കത്തിക്കരിഞ്ഞ നിലയിൽ. മകൻ പോലീസ് കസ്റ്റഡിയിൽ. അമ്മയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയതെന്ന സംശയം. വയനാട് ചൂരിമലയിൽ വീണ്ടും കടുവ ആക്രമണം. പശുക്കിടാവിനെ ആക്രമിച്ചു കൊന്നു. 1 മാസത്തിനിടെ ആക്രമണത്തിന് ഇരയാകുന്നത് 4ാമത്തെ വളർത്തുമൃഗം. വാളയാർ മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റിൽ മിന്നൽ പരിശോധന. നോട്ടുകെട്ടുകൾ കണ്ടെത്തി വിജിലൻസ്. പ്രേക്ഷകർക്കൊപ്പം നിഖിലിനെ ചേർത്ത് പിടിച്ച് സ്കൂൾ. നിഖിലിന് സ്നേഹോപഹാരം നൽകി സെന്റ് തോമസ് സ്കൂൾ മാനേജ്മെന്റ്. നടപടി ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ. വിശദമായ വാർത്തകളിലേക്ക്. റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ സംസ്ഥാനം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തി. വിവിധ ജില്ലകളിൽ മന്ത്രിമാർ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. വർണ്ണാഭമായിരുന്നു സംസ്ഥാനത്തും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ. രാവിലെ 9-ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും എത്തി. തുടർന്ന് ഗവർണർ ദേശീയ പതാക ഉയർത്തി. വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡിന് ഗവർണർ അഭിവാദ്യം സ്വീകരിച്ചു. കൊല്ലത്ത് KB ഗണേഷ് കുമാർ, പത്തനംതിട്ടയിൽ വീണ ജോർജ്, ആലപ്പുഴയിൽ P പ്രസാദ് എന്നിവരാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയത്. കോട്ടയത്ത് VN വാസവനും എറണാകുളത്ത് K രാജനും ഇടുക്കി IDA ഗ്രൗണ്ടിൽ റോഷി അഗസ്റ്റിനും സല്യൂട്ട് സ്വീകരിച്ചു. തൃശൂരിൽ K രാധാകൃഷ്ണനും പാലക്കാട് K കൃഷ്ണൻകുട്ടിയും മലപ്പുറം MSP പരേഡ് ഗ്രൗണ്ടിൽ GRNലുമാണ് ദേശീയ പതാക ഉയർത്തിയത്. മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്തെ പ്രഭാതഭേരിയോടെയാണ് ജില്ലയിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. കൽപ്പറ്റയിൽ AK ശശീന്ദ്രൻ ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. 26 പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ പതാക ഉയർത്തി. കാസർഗോഡ് ഡോക്ടർ R ബിന്ദുവാണ് പതാക ഉയർത്തി പരേഡിന് അഭിവാദ്യം സ്വീകരിച്ചത്. രാജ്ഭവനിലും പോലീസ് ആസ്ഥാനത്തും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആസ്ഥാനങ്ങളിലും ദേശീയ പതാക ഉയർത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വാളയാർ മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ചെക്ക് പോസ്റ്റിലെ പ്രിന്ററിനുള്ളിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തി. ഉപയോഗശൂന്യമായ കാർഡ്ബോർഡ് പെട്ടിയിൽ നിന്നും പണം പിടികൂടി. 25,650 രൂപയാണ് പിടിച്ചെടുത്തത്. തിരുവനന്തപുരം വെള്ളറടയിൽ 62കാരിയെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ആനപ്പാറ കാറ്റാടി സ്വദേശി നളിനിയാണ് മരിച്ചത്. നളിനിയുടെ മകൻ മോസസ് ബിബിനാണ് അമ്മയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയതെന്നാണ് സംശയം. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നളിനിക്ക് ഭക്ഷണവുമായി എത്തിയ ഇളയ മകനാണ് തീ പടരുന്നത് കണ്ടത്. സർക്കാരിൽ നിന്ന് ബിൽ മാറി കിട്ടാത്തത് മൂലം കടുത്ത പ്രതിസന്ധിയിലാണ് ഇടുക്കിയിലെ കരാറുകാർ. 1 വർഷം മുമ്പ് നൽകിയ ബില്ലുകളാണ് ഇനിയും മാറി കിട്ടാത്തത്. 1 വർഷമായി ഇടുക്കിയിലെ കരാറുകാർക്ക് പൂർത്തീകരിച്ച ജോലിയുടെ ബില്ലുകൾ മാറി പണം ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി. ജില്ലയിലെ വൻകിട നിർമ്മാണങ്ങളെല്ലാം പുറമേ നിന്നുള്ള കരാറുകാരാണ് ഏറ്റെടുക്കുന്നത്. ഒറ്റപ്പെട്ട ജോലികൾ ഏറ്റെടുത്തു ചെയ്യുന്ന തദ്ദേശീയരായ കരാറുകാർക്ക് പണം ലഭിക്കാതെ വരുന്നതോടെ ഇവരെല്ലാം വലിയ കടക്കണിയിലാണ്. മെറ്റീരിയൽസ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ചെയ്ത വർക്കുകളുടെ പൈസയും ഇതുവരെയായിട്ടും കഴിഞ്ഞ 9 മാസക്കാലമായി കിട്ടുന്നില്ല. ജനപ്രതിനിധികളെല്ലാം വർക്ക് ചെയ്യണം എന്നുള്ള നിലയ്ക്ക് എല്ലാ കോൺട്രാക്ടർമാരെയും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം
പണം കിട്ടാത്തതിനാൽ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി ഗവൺമെന്റ് ഈ സാഹചര്യം മറികടക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ഒരു വർഷം മുൻപ് പൂർത്തീകരിച്ച ജോലികളുടെ പണം ലഭിക്കാത്തതുമൂലം മറ്റു കരാറുകൾ ഏറ്റെടുക്കാൻ കഴിയാതെ തൊഴിൽ നിലച്ച സ്ഥിതിയാണെന്നും കരാറുകാർ പറയുന്നു. ജില്ലയിൽ മാത്രം 40 കോടിയിലധികം രൂപയാണ് കരാറുകാർക്ക് സർക്കാർ നൽകാനുള്ളത്. കരാർ തുക കൊടുത്തു തീർക്കാത്തതുമൂലം സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനോ പദ്ധതി വിഹിതം പൂർണ്ണമായി ചെലവഴിക്കാനോ കഴിയാത്ത സ്ഥിതിയാണ്. ന്യൂസ് 18 ഇടുക്കി. മഴക്കെടുതിയിൽ കൃഷിനാശം നേരിട്ട കർഷകർക്ക് നഷ്ടപരിഹാരം വൈകുന്നു. 2.5 വർഷത്തിലേറെയായി നഷ്ടപരിഹാര വിതരണം മുടങ്ങിക്കിടക്കുകയാണ്. ഇതിൽ പലർക്കും അനുവദിച്ചിട്ടുള്ളത് തുച്ഛമായ തുകയാണെന്ന പരാതിയുമുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം ഇടുക്കിയിൽ വിതരണം ചെയ്യാനുള്ളത് 25,80,800-ലധികം രൂപയാണ്. ഓരോ മഴക്കാലവും ഇടുക്കിയിലെ കർഷകന് സമ്മാനിക്കുന്നത് ദുരിതക്കാഴ്ചകളാണ്. വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് പൊന്നി വിളയിച്ച ഭൂമി നിമിഷനേരം കൊണ്ടില്ലാതായ നിരവധി കർഷകരുണ്ട് ജില്ലയിൽ. ഇവരുടെ തുടർജീവിതത്തിന്റെ ഏക പ്രതീക്ഷയാണ് സർക്കാരിൽ നിന്നുള്ള സഹായം. എന്നാൽ 2021 മെയ് മാസത്തിനു ശേഷം ജില്ലയിൽ പ്രകൃതി ദുരന്തത്തിലെ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാര തുക കൈമാറിയിട്ടില്ല. ഇതോടെ പല കർഷകരുടെയും ജീവിതം പ്രതിസന്ധിയിലായി. കഴിഞ്ഞ ഒരു വർഷം മാത്രം ഏകദേശം 25 ലക്ഷം രൂപയുടെ നഷ്ടം ഇടുക്കി ജില്ലയിൽ കാർഷിക രംഗത്തുണ്ടായിട്ടുണ്ടെന്നാണ് കൃഷി വകുപ്പിൻ്റെ കണക്ക് 2023. എന്നാൽ നാളിതുവരെയും 1 രൂപ പോലും ഒരു കർഷകനും നഷ്ടപരിഹാരമായിട്ട് സർക്കാരിൽ നിന്ന് 1 രൂപ പോലും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. 2023 ഇടുക്കിയിലാകെ 400 അപേക്ഷകളിലായി 25,80,000-ൽ പരം രൂപയാണ് നഷ്ടപരിഹാരമായി കണക്കാക്കിയിരിക്കുന്നത്. ഏതാനും നാളുകൾക്ക് മുൻപ് ഉരുൾപൊട്ടലുണ്ടായ ശാന്തൻപാറ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ദേവികുളം ബ്ലോക്കിലാണ് ഏറ്റവും അധികം തുക. ദേവികുളത്ത് 141 അപേക്ഷകളിലായി 9,35,000-ലധികം രൂപ വിതരണം ചെയ്യണം. ഇടുക്കി ബ്ലോക്കിൽ 4,15 ലക്ഷത്തിലധികവും, ഇളംദേശം ബ്ലോക്കിൽ 3,77,000-ലധികവും, കട്ടപ്പനയിൽ 3,43,000-ലധികം രൂപയും വിതരണം ചെയ്യണം. നെടുങ്കണ്ടം, തൊടുപുഴ, അടിമാലി ബ്ലോക്കുകളിൽ 1 ലക്ഷത്തിലധികം രൂപയുണ്ട്. 1.5 ലക്ഷത്തോളം രൂപ വിതരണം ചെയ്യാനുള്ള പീരുമേട്ടിലാണ് ഏറ്റവും കുറവ്. ഗവൺമെന്റ് ഇപ്പോഴത്തെ ഒരു രീതിയിൽ വെറും ഒരു നോക്കൂത്തിയായി നിൽക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിലെ ജനങ്ങൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം വീഴുന്നത് പോലെ എന്തെങ്കിലും ഒരു സഹായം ജനങ്ങൾക്ക് കൊടുത്താൽ അവർക്കതൊരു വലിയ സഹായം തന്നെയായിരിക്കും. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിലടക്കമുള്ള നാശനഷ്ടം നേരിടുന്നവർക്ക് നഷ്ടത്തിന് ആനുപാതികമായി തുക ലഭിക്കാറില്ല. അനുവദിക്കുന്ന തുക പോലും കാലാനുസൃതമായി ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ന്യൂസ് 18 ഇടുക്കി. ഹൈറേഞ്ചിൽ മരച്ചീനി കൃഷി നാമമാത്രമാകുമ്പോൾ അടിമാലിയിലെ ഒരു കൂട്ടം വനിതകൾ 1.5 പതിറ്റാണ്ടായി മരച്ചീനി കൃഷി ലാഭകരമായി ചെയ്യുകയാണ്. 2,500 മരച്ചീനിയാണ് ഇവർ പരിപാലിക്കുന്നത്. അധ്വാനം ഫലം കാണുന്നതിൽ ഇവർ സന്തോഷത്തിലാണ്. അടിമാലി പഞ്ചായത്തിന്റെ പടിക്കപ്പിലെ പട്ടികവർഗ മേഖലയിലാണ് 3 വനിതകളുടെ നേതൃത്വത്തിൽ മരച്ചീനി കൃഷി നടത്തുന്നത്. കുടുംബശ്രീ പ്രവർത്തകരായ സിനി രാജഗോപാൽ, ഷിജി സുരേഷ്, ഷീബ മണിക്കുട്ടൻ എന്നിവരാണ് കൃഷിക്കാർ. 2,500 ചുവട് മരച്ചീനിയാണ് ഇവർ ഓരോ വർഷവും നട്ടുവളർത്തുന്നത്. 15 വർഷമായി നടത്തിവരുന്ന കൃഷി ലാഭകരമാണെന്നും നല്ല വരുമാനം ലഭിക്കുന്നുണ്ടെന്നും ഇവർ പറഞ്ഞു. കൃഷി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഞങ്ങൾ കോഴിവളം ഇറക്കി, കോഴിവളം ഇട്ട് നട്ടിട്ട് ഒരു 2-3 മാസം പ്രായമായി കഴിയുമ്പം ചാണകനീര് കോരി കപ്പയ്ക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് ഇടചെത്തി കാട് തെളിച്ച് അതിനെ വളരാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുക്കും. അതനുസരിച്ച് കപ്പ വളരുന്നതനുസരിച്ച് ഞങ്ങളും വളരും. ഞങ്ങൾ വളരുന്നതനുസരിച്ച് കപ്പയും വളരും. അതുകൊണ്ട് ഞങ്ങൾക്കത് നഷ്ടമാണെന്ന് തോന്നുന്നില്ല. പടിക്കപ്പ് ട്രൈബൽ സെറ്റിൽമെന്റിൽ മുൻപ് തരിശായി കിടന്ന സ്ഥലങ്ങൾ കൈവശക്കാരുമായി ചേർന്ന് കൃഷിയോഗ്യമാക്കിയാണ് ഇവർ മരച്ചീനി കൃഷി തുടങ്ങിയത്. നിരന്തരമുള്ള വന്യമൃഗശല്യത്തിൽ നിന്നും രക്ഷ നേടാൻ സമീപത്ത് വേലികൾ തീർത്തിട്ടുണ്ട്. സ്ഥലം തെളിക്കുന്നതും മരച്ചീനി നടുന്നതും കള പറിക്കുന്നതുമെല്ലാം ഇവർ 3 പേർ മാത്രമാണ്. ഇടക്കാലത്ത് മറ്റ് നാണ്യവിളകൾക്ക് കാർഷിക മേഖല വഴിമാറുമ്പോഴും പരമ്പരാഗത കൃഷിയെ സ്നേഹിക്കുകയും അതുവഴി വരുമാനമുണ്ടാക്കാനുമാണ് ഇവരുടെ ശ്രമം. ന്യൂസ് 18 അടിമാലി. എറണാകുളം വാരപ്പെട്ടിയിൽ നെൽകൃഷിയുടെ വിളവെടുപ്പാണ്. കോട്ടയപ്പാടത്താണ് ഇപ്പോൾ ജൈവ കൃഷിയുടെ വിളവെടുപ്പ് നടക്കുന്നത്. വാരപ്പെട്ടി പഞ്ചായത്തിലെ മുഴുവൻ പാടശേഖരവും കൃഷിയോഗ്യമാക്കുകയാണ് ലക്ഷ്യം.
ഇതിനായി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. കോട്ടേപ്പാടത്ത് 20 ഏക്കറിൽ നടത്തിയ നെൽകൃഷിയിൽ നല്ല വിളവ് കിട്ടി. ഇപ്പോൾ നെല്ല് കൊയ്ത്തിന് പാകമായി. കൃഷിയുടെ തുടക്കത്തിൽ പാടത്ത് വെള്ളം കയറി ചെറിയ നാശം സംഭവിച്ചെങ്കിലും മാസങ്ങൾക്ക് ശേഷം 100 മേനി വിളവ് ലഭിച്ചതോടെ കർഷകർ ആഹ്ലാദത്തിലായി. വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ചന്ദ്രശേഖരൻ നായർ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തും കൃഷി വകുപ്പും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കൃഷി സ്ഥലങ്ങളും കൃഷി ചെയ്യുന്ന യോഗ്യത ആക്കുകയും അതോടൊപ്പം തന്നെ ഈ വർഷത്തേക്കാൾ ഇരട്ടി കൃഷി നെൽകൃഷി അടുത്ത വർഷം വിളവെടുക്കുന്ന തരത്തിലുള്ള സമഗ്ര നെൽകൃഷിക്കാണ് പഞ്ചായത്ത് തുടക്കമിട്ടിട്ടുള്ളത്. പഞ്ചായത്തിലെ തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി കൃഷി വ്യാപിപ്പിക്കാനാണ് കൃഷിവകുപ്പിന്റെ നീക്കം. നമ്മൾ ഈ വർഷം 21 ഹെക്ടറാണ് നെൽകൃഷി ചെയ്തത്. അടുത്ത വർഷം നമ്മുടെ പഞ്ചായത്തിൽ ധാരാളം തരിശായി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിന്റെ പദ്ധതികളും അതുപോലെ കൃഷി വകുപ്പിന്റെ പദ്ധതികളും സംയോജിപ്പിച്ചുകൊണ്ട് മുഴുവൻ കർഷകരുടെയും പാടശേഖര സമിതിയുടെ സഹകരണത്തോടുകൂടി നമുക്ക് സാധ്യമായ എല്ലാ നെൽപ്പാടങ്ങളും അടുത്ത വർഷം കൃഷിയോഗ്യമാക്കുകയും അടുത്ത വർഷം ഈ സമയത്ത് വളരെ വിപുലമായ രീതിയിലൊരു കൊയ്ത്തുത്സവം സംഘടിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് കൃഷി ഓഫീസർ എന്ന നിലയിലുള്ള എൻ്റെ ഒരു ആഗ്രഹം. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് 100 മേനി വിളയിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് കർഷകർ പറയുന്നു. പഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും നിസ്സീമമായ സഹകരണം ഉള്ളതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഇന്നത്തെ കൊയ്ത്ത് ഉത്സവമാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ന്യൂസ് 18 വാരപ്പെട്ടി. തിരുവനന്തപുരത്ത് നിന്നും ന്യൂസ് 18 വേണ്ടി ഭാഗ്യലക്ഷ്മി. പാലക്കാട് പെരുമുടിയൂർ ഗ്രാമത്തിലേക്കും വിദ്യാലയങ്ങളിലേക്കുമുള്ള വഴി റെയിൽവേ അടയ്ക്കുന്ന സംഭവത്തിൽ മെട്രോമാൻ ഇ ശ്രീധരൻ സ്ഥലം സന്ദർശിച്ചു. റെയിൽവേയുടെ നടപടിക്ക് നഷ്ടപരിഹാരം കാണുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. യാത്രാ സൗകര്യത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിന് റെയിൽവേ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് സാങ്കേതിക ഉപദേശങ്ങൾ നൽകുമെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. പെരുമുടിയൂർ സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികളും പ്രദേശത്തെ ജനങ്ങളും റെയിൽ മുറിച്ചു കടന്നാണ് വർഷങ്ങളായി സഞ്ചരിക്കുന്നത്. ഈ വഴി അടയ്ക്കാനുള്ള റെയിൽവേ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധമുയരുന്നുണ്ട്. ഇവിടെയുണ്ടായിരുന്ന കോൺക്രീറ്റ് പടികൾ റെയിൽവേ പൊളിച്ചു. ഇതോടെ ജനങ്ങളുടെ സഞ്ചാരം ദുരിതത്തിലായി. ബദൽ മാർഗം കണ്ടെത്തുന്നതിനായി ജനപ്രതിനിധികൾ വിവിധ സാധ്യതകൾ തേടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മെട്രോമാൻ ഇ ശ്രീധരൻ സ്ഥലം സന്ദർശിച്ചത്. പ്രദേശത്തെ 2 സ്കൂളിലുമായി 2500ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇവിടേക്കെത്തുന്ന ഭൂരിഭാഗം കുട്ടികളും റെയിൽ മുറിച്ചാണ് കടന്നെത്തുന്നത്. റെയിൽ മുറിച്ചു കടന്നുള്ള വിദ്യാർത്ഥികളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്നുള്ളത് വർഷങ്ങളായുള്ള ആവശ്യമാണെന്ന കാര്യം ബന്ധപ്പെട്ടവർ ഇ ശ്രീധരനെ ധരിപ്പിച്ചു. റെയിൽപാതയുടെ ഇരുവശങ്ങളും അദ്ദേഹം സന്ദർശിച്ചു. യാത്രാമാർഗത്തിനാവശ്യമായ സൗകര്യങ്ങൾ കൊണ്ടുവരുന്നതിനായി റെയിൽവേ മേൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത ശേഷം ആവശ്യമായ സാങ്കേതിക ഉപദേശങ്ങൾ നൽകുമെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. തദ്ദേശ സ്ഥാരതികളും നാട്ടുകാരും സ്കൂൾ അധികൃതരും സന്ദർശനത്തിൽ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. ആനകൾ കായൽ നീന്തി കയറുന്നത് കാണാൻ വിദേശികളടക്കം ആയിരങ്ങളെത്തി. കൊല്ലം പേഴുംതുരുത്ത് ദുർഗാദേവി ക്ഷേത്രത്തിലെ ആചാരങ്ങളുടെ ഭാഗമായാണ് കായൽ നീന്തിക്കടന്ന് ഗജവീരന്മാർ എത്തിയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരം ഇന്നും നിലനിന്നു പോരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരദേവതയുടെ വിഗ്രഹവുമായി നാടുവിട്ട കുടുംബം മൺട്രോത്തുരുത്തിലെത്തിയെന്നും വിഗ്രഹം തലയിലേറ്റി കായൽ നീന്തിക്കടന്ന് പേഴുംതുരുത്തിൽ എത്തിയെന്നുമാണ് വിശ്വാസം. ഇതിന്റെ സ്മരണയ്ക്കായാണ് ഉത്സവ ദിവസം ഗജവീരന്മാരെ കായൽ നീന്തിക്കടത്തുന്നത്. വിദേശികളടക്കം നിരവധി പേരാണ് ഇത് കാണുവാനായി എത്തുന്നത്. പണ്ട് ഇടിയക്കടവ് പാലം തൊട്ട് ഇറങ്ങി കായലിൽ കൂടെ ഇറങ്ങി കയറിയാണ്. അന്ന് അവിടെയും പാലം ഇല്ലാത്ത സമയത്ത് 67-ലാണ് അവിടെ പാലം വരുന്നത്. അപ്പോൾ അതിനുശേഷം അന്ന് അവിടം തൊട്ട് ഇറങ്ങി കയറി ഈ കായലിൽ കൂടെ ഈ ചെറിയ തോടൊക്കെ കടന്നാണ് ഈ ആനകളെല്ലാം ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു വലിയ ഐതിഹ്യം. അതാണ് ഇപ്പോൾ കൊല്ലം പേഴുംതുരുത്ത് ദേവീക്ഷേത്രത്തിലെ മകരത്തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായാണ് ചടങ്ങുകൾ. ഗജഘോഷയാത്രയും കെട്ടുകാഴ്ചകളും കായലിന് കുറുകെ നിർമ്മിച്ച ഇടച്ചാൽ പാലത്തിലൂടെ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രം തന്ത്രി അഷ്ടമുടി ഇടമനമഠം ദേവിദാസൻ പണ്ടാരത്തിൽ, മേൽശാന്തി കിഴക്കേവിള അനിൽകുമാർ എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ന്യൂസ് 18 കൊട്ടാരക്കര.
ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. പൊൻകതിർ പുട്ട് സോഫ വാർത്തകളിലേക്ക്. ഗുരുവായൂരിൽ പാഞ്ചജന്യം ലോഡ്ജ് പ്രവർത്തനം തുടങ്ങി. കഴിഞ്ഞ മാർച്ചിൽ അറ്റകുറ്റപ്പണികൾക്കായി അടച്ച ലോഡ്ജ് 10.5 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. കുറഞ്ഞ ചെലവിൽ ഭക്തർക്ക് താമസം ഒരുക്കുന്നതാണ് തെക്കേ നടയിലെ പാഞ്ചജന്യം ലോഡ്ജ്. മാസങ്ങൾ നീണ്ട നവീകരണത്തിന് ശേഷമാണ് ലോഡ്ജ് തുറന്നു കൊടുക്കുന്നത്. 105 മുറികളാണ് പാഞ്ചജന്യത്തിലുള്ളത്. മൊത്തം 363 ബെഡുകളുണ്ട്. പുതിയ നിരക്കുകൾ അടുത്ത ഭരണസമിതി യോഗത്തിൽ തീരുമാനിക്കും. ദേവസ്വം ബോർഡിന്റെ കീഴിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസ് ഏകദേശം 10.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഭംഗിയായി പണി പൂർത്തീകരിച്ചതിൻ്റെ സമർപ്പണവും അതോടൊപ്പം തന്നെ നമ്മൾ വർഷങ്ങളായിട്ട് ക്ഷേത്രങ്ങളിൽ നൽകി വരുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ ക്ഷേത്രങ്ങളിൽ നൽകി വരുന്ന ധനസഹായ വിതരണവുമാണ് നടക്കുന്നത്. കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലെ ജീർണാവസ്ഥയിലായ 243 ക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായം മന്ത്രി വിതരണം ചെയ്തു. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ ക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായം പാലയിൽ വെച്ച് നൽകിയിരുന്നു. ഈ വർഷം നമ്മൾ 773 ക്ഷേത്രങ്ങൾക്കാണ് 5 കോടി രൂപ നൽകുന്നത്. അത് ഒന്നാം ഘട്ടം പാലയിൽ വെച്ച് നൽകി. അത് ഏകദേശം 252 ക്ഷേത്രങ്ങൾക്കാണ്. ഇന്ന് കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള വിവിധ ജില്ലകളിൽ 541 ക്ഷേത്രങ്ങൾക്കാണ് ഇവിടെ ധനസഹായം വിതരണം ചെയ്യുന്നത്. കേരളത്തിലെ 5 ദേവസ്വം ബോർഡുകളിൽ 4 എണ്ണത്തിനും സർക്കാർ ധനസഹായം നൽകുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. അത്തരത്തിൽ 543 കോടി രൂപ സർക്കാർ ദേവസ്വങ്ങൾക്ക് നൽകി കഴിഞ്ഞതായും മന്ത്രി രാധാകൃഷ്ണൻ വ്യക്തമാക്കി. നമ്മുടെ കേരളത്തിൽ 5 ദേവസ്വം ബോർഡുകളുണ്ട്. ആ 5 ദേവസ്വം ബോർഡുകൾ ഒരേ ഒരു ദേവസ്വം ബോർഡ് മാത്രമാണ് ഇങ്ങനെ ജീർണിച്ച സ്വകാര്യ ക്ഷേത്രങ്ങളിലെയും ട്രസ്റ്റുകളിലെയും ഒക്കെ അഭിവൃദ്ധി നടത്തുന്ന ക്ഷേത്രങ്ങൾക്കും ധനസഹായം നൽകുന്ന ഒരേ ഒരു ദേവസ്വം ബോർഡ്. ന്യൂസ് 18 ഗുരുവായൂർ. കൽപ്പറ്റയിൽ നിന്ന് ന്യൂസ് 18 ടീമിനോടൊപ്പം ടി സിദ്ദിഖ്. കോന്നി അരുവാപ്പുലം പഞ്ചായത്തിലെ കൊക്കാത്തോട് വനാതിർത്തിയിൽ താമസിക്കുന്ന പ്രദേശവാസികളുടെ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി അട്ടിമറിക്കുന്നതായി പരാതി. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശത്തു നിന്നും മാറി താമസിക്കാൻ പ്രദേശവാസികൾ സ്വയം തയ്യാറായിട്ടും ജനപ്രതിനിധികൾ തടസ്സം നിൽക്കുന്നതായാണ് നാട്ടുകാരുടെ പരാതി. 200ഓളം കുടുംബങ്ങളാണ് സർക്കാരിന്റെ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രകാരം വന്യമൃഗശല്യം രൂക്ഷമായ അരുവാപ്പുലം പഞ്ചായത്തിലെ കോക്കാത്തോട് വനാതിർത്തിയിൽ നിന്നും മാറി താമസിക്കാൻ തയ്യാറായത്. ഇതിനുള്ള സമ്മതപത്രവും പ്രദേശവാസികൾ വനം വകുപ്പിന് കൈമാറിയെങ്കിലും പദ്ധതി ജനപ്രതിനിധികൾ അട്ടിമറിക്കുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം. ഞങ്ങളുടെ വാർഡ് മെമ്പറാണ് ഏറ്റവും വിഷയമായിട്ട് വരുന്നത്. അദ്ദേഹത്തിന് ഞങ്ങൾ അവിടുന്ന് പോകുന്നതിൽ അതിയായ ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ അവിടെ താമസിക്കുന്ന ഈ പറയുന്ന മെമ്പറുണ്ടല്ലോ, കൂട്ടുകാരെന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് അതിനകത്ത് ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് താമസിക്കും. ഞങ്ങൾ കുട്ടികളും ഭാര്യയും ഒക്കെ ആയിട്ട് ജീവിക്കുന്നിടത്ത് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, കാട്ടുമൃഗശല്യം എന്ന് പറഞ്ഞാൽ അതിരൂക്ഷം. ഞങ്ങളുടെ കൃഷി മൊത്തം നശിപ്പിച്ച് ഒരു ജീവിതത്തിന് ഒരു ഇതുമില്ലാത്ത എഴുതാതിരും. 10 സെന്റ് മുതൽ 1 ഏക്കർ വരെയുള്ളവർക്ക് 15 ലക്ഷം രൂപ നൽകിയാണ് വനം വകുപ്പ് ഒഴിപ്പിക്കുക. 1 ഏക്കർ വരെയുള്ളവർക്ക് സർക്കാർ നൽകുന്ന തുക പര്യാപ്തമാണെങ്കിലും കൂടുതൽ ഭൂമിയുള്ളവർ ഈ തുക അംഗീകരിക്കുന്നില്ല. കൂടുതൽ സ്ഥലമുള്ളവർ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രകാരം ഒഴിഞ്ഞുമാറാൻ തയ്യാറാകുന്നില്ല. ഇതിൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തി പെരുമാറുന്നുവെന്നാണ് ആരോപണം. ആനശല്യം, കടുവയുടെയും പന്നി, കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തം നടക്കുന്നില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുന്നില്ല. ഞങ്ങളുടെ സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പർ ജോജു വർഗീസാണ് ഇത് സമ്മതിക്കാത്തത്. ഞങ്ങൾക്ക് അത് കാരണം ഞങ്ങൾ പൊറുതിമുട്ടിയ അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടുത്തെ ആൾക്കാർ ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുന്നത്. സാറേ, ഞങ്ങൾക്ക് ബാങ്ക് കടങ്ങൾ, പൈസ എടുത്തിട്ട് ബാങ്കിൽ ഇപ്പോൾ കടങ്ങളായി നിൽക്കുക. ഞങ്ങൾക്ക് അത് വീട്ടാൻ പറ്റുന്നില്ല. കൃഷി എടുത്ത് ഞങ്ങൾക്ക് ആദായങ്ങൾ എടുത്ത് കടങ്ങൾ വീട്ടാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിലായിരിക്കും. അരുവാപ്പുലം പഞ്ചായത്തിലെ അപ്പൂപ്പൻതോട്, നെല്ലിക്കാപ്പാറ, നീരാമക്കുളം, കാട്ടാത്തിപ്പാറ, വയക്കര, കമ്പകത്തുംപച്ച തുടങ്ങിയ സ്ഥലങ്ങളിലെ 200ഓളം അപേക്ഷകരാണ് സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിക്കായി കാത്തിരിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട.
വിനോദസഞ്ചാരികളെ ലക്ഷ്യമാക്കി കാസർഗോഡ് കവ്വായി കായലിൽ ജലഗതാഗത വകുപ്പ് വിഭാവനം ചെയ്ത സി കവ്വായി പദ്ധതി നടപ്പായില്ല. വലിയ നഷ്ടത്തിൽ പോകുന്ന ജലഗതാഗത വകുപ്പിന്റെ IT മേഖലാ ഓഫീസ് ലാഭത്തിലാക്കാൻ വിനോദസഞ്ചാര മേഖല മാത്രമാണ് ഇനി മുമ്പിലുള്ള വഴി. പാലങ്ങൾ വന്ന് ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിച്ചതോടെ നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് IT കേന്ദ്രീകരിച്ചുള്ള ബോട്ട് സർവീസ്. നഷ്ടക്കണക്ക് പെരുകിയതോടെ പേരിന് ഒരു ബോട്ട് മാത്രമാണ് ഇവിടെ ഇപ്പോൾ സർവീസ് നടത്തുന്നത്. 1500 രൂപയ്ക്ക് ഡീസൽ അടിച്ച് 5 ജീവനക്കാരുമായി സർവീസ് ആരംഭിച്ചാൽ 35 രൂപ മുതൽ 350 രൂപ വരെയാണ് ഒരു ദിവസത്തെ വരുമാനം. സേവനമായതുകൊണ്ട് തന്നെ ബോട്ട് സർവീസ് പൂർണ്ണമായി അവസാനിപ്പിക്കാനും സാധിക്കില്ല. ഈ സാഹചര്യത്തിലാണ് സി കവ്വായി എന്ന ആശയം ഉയർന്നുവന്നത്. കവ്വായി കായലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കുന്ന തരത്തിൽ വിനോദസഞ്ചാരികൾക്കായി പ്രത്യേക ബോട്ട് സർവീസ് ആരംഭിക്കാനായിരുന്നു പദ്ധതി. ഇതിനായി M. രാജഗോപാലൻ MLA അപ്പർ ഡെക്ക് സൗകര്യത്തോടു കൂടിയ ബോട്ടിനായി ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചില്ല. ഇവിടെ ഒട്ടനവധി ഹൗസ് ബോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ചെറിയ ഗ്രൂപ്പിനെല്ലാം വരുമ്പോൾ അവർക്ക് ഈ ഒരു നമ്മളെ കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ, ഈ കായൽ സൗന്ദര്യം അതുപോലെ തന്നെ കണ്ടൽ കാടുകൾ, അതുപോലെ നമ്മൾ ഈ തെക്ക് ഭാഗത്തുള്ള ഈ ഏഴിമല പോലുള്ള നല്ല സൈറ്റുള്ള ഏരിയ ആണ് ഈ ഒരു ഏരിയ. അപ്പോൾ അത് വേണ്ടുവോളം ആസ്വദിക്കാൻ വേണ്ടി നമ്മളെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ തന്നെ ഒരു ഡബിൾ ഡെക്ക് ബോട്ട് ഇറക്കി കഴിഞ്ഞാൽ ഒരുപാട് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സി കവ്വായി പദ്ധതി യാഥാർത്ഥ്യമായാൽ രാമന്തളി പാണ്ഡ്യാലക്കടവ് മുതൽ കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനൽ വരെ 50 രൂപയിൽ താഴെ നിരക്കിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ഹൗസ് ബോട്ടുകളിൽ നിന്നും വ്യത്യസ്തമായി ചുരുങ്ങിയ ചെലവിൽ വേറിട്ട യാത്രാനുഭവമാണ് ഇത്തരം ബോട്ടുകളിൽ നിന്ന് ലഭിക്കുന്നത്. അറബിക്കടലിന് സമാന്തരമായി 24 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന കവ്വായി കായലിൽ ചെറുതും വലുതുമായ നിരവധി തുരുത്തുകളും ദ്വീപുകളുമുണ്ട്. ഇവ കണ്ടാസ്വദിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ ചെലവിലുള്ള വിനോദസഞ്ചാര ഉപാധിയെ ഉപയോഗപ്പെടുത്താൻ പക്ഷേ ജലഗതാഗത വകുപ്പിന് സാധിക്കുന്നില്ല. ന്യൂസ് 18 വലിയപറമ്പ. ജീവകാരുണ്യ പ്രവർത്തന ധനസമാഹരണത്തിനായി പാലക്കാട് പോക്കുവടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 9 ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് ടൂർണമെന്റ്. കലാകായിക രംഗത്ത് സജീവമായ പോക്കുപടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ക്ലബ്ബ് നടത്തിവരുന്ന ജീവകാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണം ലക്ഷ്യമിട്ടാണ് മത്സരം നടത്തുന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഫെബ്രുവരി 9 മുതലാണ് ടൂർണമെന്റ്. ഇതിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ഗാലറിയുടെ കാൽനാട്ടൽ കർമ്മം മുഹമ്മദ് മോഹസിൻ MLA നിർവഹിച്ചു. പാസ്ക് പോക്കുപടിയുടെ നേതൃത്വത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള അതിന്റെ തുടക്കം, അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിന്റെ സ്റ്റേഡിയം, ഔദ്യോഗികമായി സ്റ്റേഡിയം നിർമ്മാണം ആരംഭിക്കുന്നതാണ് ഇന്ന് തുടങ്ങുന്നത്. നിരവധിയായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതിന് ധനശേഖരണാർത്ഥമാണ് പ്രധാനമായും ഈ ഫുട്ബോൾ മേള നടക്കുന്നത്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ 25ഓളം ടീമുകൾ മത്സരിക്കും. ന്യൂസ് 18 പട്ടാമ്പി. ന്യൂസ് 18 വേണ്ടി ജി ശ്രീജിത്തിനൊപ്പം മാണി സി കാപ്പൻ MLA. പട്ടാമ്പി BRC ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സഹായ ഉപകരണങ്ങൾ നൽകി. മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. 54 കുട്ടികൾക്കാണ് ഉപകരണം നൽകിയത്. വീൽചെയർ, തെറാപ്പി മാറ്റ്, ഫോൾഡിംഗ് കമ്മോഡ് ചെയർ, ഫിസിയോതെറാപ്പി ബോൾ, സ്റ്റാൻഡിംഗ് ഫ്രെയിം, CP വീൽചെയർ തുടങ്ങിയവയാണ് നൽകിയത്. പട്ടാമ്പി ഞാങ്ങാട്ടിരിയിൽ ബദാം ചുവട് സമന്വയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ലൈബ്രറി സംഘടിപ്പിച്ച 1ാമത് രോഹിത് ജിജു സ്മാരക വൺ-ഡേ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഡി-മേറ്റ് പട്ടാമ്പി ജേതാക്കളായി. MCC മുടവന്നൂർ റണ്ണേഴ്സ്-അപ്പ് ട്രോഫി കരസ്ഥമാക്കി. ക്ലബ്ബ് രക്ഷാധികാരി ഉണ്ണികൃഷ്ണൻ തച്ചോത്ത് ട്രോഫികൾ വിതരണം ചെയ്തു. വായനശാല സെക്രട്ടറി സരുൺ KP, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രഞ്ജിത്ത് R, ആനന്ദ് T, അഭിഷേക് സുഭാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മലപ്പുറത്ത് വെള്ളക്കെട്ടിൽ മുങ്ങിത്താഴ്ന്ന കുട്ടിയെ രക്ഷിച്ച 2 വിദ്യാർത്ഥികളെ ജില്ലാ കളക്ടർ ആദരിച്ചു. മുഹമ്മദ് അഫ്ലഖ്, VP മുഹമ്മദ് ജസീൽ എന്നിവരെയാണ് ആദരിച്ചത്. മുന്നിയൂർ നിബ്ര സെക്കൻഡറി സ്കൂൾ 7ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും. ജില്ലാ പോലീസ് മേധാവിയുടെ അനുമോദനവും ഇവരെ തേടിയെത്തിയിരുന്നു. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5755 രൂപ, പവന് 46,040 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4780 രൂപ, പവന് 38,240 രൂപ. വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോഗ്രാമിന് 77,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി